ഈ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. 2 മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫോണിലേക്ക് വന്നത്. അതിങ്ങനെയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. എന്താണ് പ്രിയാമണിയുടെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതിന്? ഉത്തരം പറ. ഇല്ല, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി, ഒത്തിരി ഇതിൽ പ്രാഞ്ചേട്ടൻ്റെ ഒത്തിരി സീൻസ് ഇല്ലായിരുന്നു കൂടെ. പക്ഷേ ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. ടിനീസ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ടിനി പറയുന്ന ഇത് ഐ അഗ്രി. യെസ്, ഡയറക്ടർ വീട് വന്നു, സ്റ്റോറി പറഞ്ഞു, വന്നിട്ട് എനിക്കിങ്ങനെ ദേ ഷോഡ് മീ ദ ഈ പാംഫ്ലെറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ഹീറോ, ഇതാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓ ടിനിയാണ്, ഐ വർക്ക് വിത്ത് ഹിം, ഞാൻ പ്രാഞ്ചേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റാർസ് കമ്പയർ ചെയ്യുമ്പോൾ ഹി മേ നോട്ട് ബി ഇൻ ദാറ്റ് ലെവൽ. അങ്ങനെ പറയരുത്. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കും. പക്ഷേ നാളെ ബാക്ക്ലാഷ് വരുന്നത് എനിക്കാണ്. ശരിയാണല്ലോ, എനിക്ക് എന്റെ കരിയർ നോക്കണല്ലോ. ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ഇപ്പോ ഓക്കെ ഐ ക്യാൻ സേ ഫിലിം ഹിറ്റ് ആയാൽ ആഹാ ഓഹോ എന്ന് എല്ലാവരും പറയും. പക്ഷേ ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ, അത് ശരിയാ. ഒരു ഇതിലും ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ ആരും ദേ വിൽ നോട്ട് ബ്ലെയിം. ആരും ഹീറോ ബ്ലെയിം ചെയ്യില്ല. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഹീറോയിനെ ബ്ലെയിം ചെയ്യും. ഓ ഈ പടം ഹിറ്റ്, ഇത് ഈ പടം. മലയാളത്തിലൊക്കെ ലാലിന്റെ പടം പൊട്ടി, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പടം അങ്ങനെയൊക്കെയല്ലേ പറയാ. മമ്മൂട്ടിയുടെ പടം പോയില്ല, ഇല്ലെങ്കിൽ ലാൽ സാറിന്റെ പടം പോയില്ല എന്ന് മാത്രം പറഞ്ഞിട്ട്, പക്ഷെ 10 പേരുണ്ടല്ലോ മമ്മൂട്ടി സാറെ സൈൻ ചെയ്യാൻ, ലാൽ സാറെ സൈൻ ചെയ്യാൻ. ആ സെയിം പടത്തിന്റെ ഹീറോയിൻ സൈൻ ചെയ്യാൻ 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ, 10 ഡയറക്ടേഴ്സ് ഉണ്ടോ? പറയൂ. ഓഹോ, പറയൂ. ഐ എം ആസ്കിംഗ് എ ഓണസ്റ്റ് ക്വസ്റ്റ്യൻ. I am just asking an honest question. ചുരുക്കി ഞാൻ പറയട്ടെ, അതായത് പ്രിയ ഒരു ഇല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയൂ നിങ്ങൾ. വിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?